ഇത് കണ്ടോ, ഞാനങ്ങ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തി. നോക്കിയാൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ രൂപങ്ങൾ നോക്കിയിട്ട്, മാറ്റങ്ങൾ നോക്കിയിട്ട് അടിപൊളിയല്ലേ? നോക്കിയാൽ ഫ്രണ്ടെല്ലാം മാറി എങ്ങനെയായി. ഒരു ചെറിയൊരു സംഭവം കാണിച്ചത് വേണ്ട. ഇതുപോലത്തെ കാർഡ്, അതായത് എൻജോയ് 20% ഓഫ് ഫുഡ് ആൻഡ് ബീവറേജസ് അറ്റ് പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റോഴ്സ്. ഇതുപോലത്തെ സ്റ്റോറിൽ വന്നിട്ട് നമ്മൾ താഴെയുള്ള പാർക്കിംഗ് അല്ലേ, ഇതെല്ലാം പാർക്കിംഗ് അല്ലേ, ആ കാണുന്ന താഴെയുള്ള പാർക്കിംഗ് ആണ്. പാർക്കിംഗ് ഏരിയ ഉണ്ട്, അബുദാബി എയർപോർട്ടിന് മുമ്പ് തന്നെയുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇതൊക്കെ ടെർമിനലുകളായിരിക്കും അല്ലേ. ക്രിസ്മസ് തുടങ്ങി. ക്രിസ്മസ് ട്രീ, വലിയ ക്രിസ്മസ് ട്രീ. ഇവിടെയുണ്ട് ചെറിയൊരു ക്രിസ്മസ് ട്രീൻ്റെ വെച്ചിട്ട്. വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടിലേക്ക് പോകുന്നൊരു വീഡിയോ. നാട്ടിലേക്ക് ഞാൻ ദുബായിൽ നിന്ന് പോയിട്ടുണ്ട്, അതേപോലെ ഞാൻ ഷാർജയിൽ നിന്ന് പോയിട്ടുണ്ട്, അതേപോലെ ഞാൻ റാസിൽ കൈമയിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അബുദാബിയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അബുദാബിയിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന വീഡിയോ, കോഴിക്കോട് നിന്ന് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നാട്ടിലേക്ക് എന്താ പറയുക, നമ്മുടെ സ്കൂളിൽ വെക്കേഷൻ സമയത്ത് ഒരു 10-15 ദിവസത്തെ ലീവ് കിട്ടി. ഞാൻ വിചാരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നാട്ടിലേക്ക് പോകുന്ന വീഡിയോ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ആക്ച്വലി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് എന്ന് പറഞ്ഞാൽ അൽ അസീൻ റോഡ് അല്ലേ, എന്ന് വെച്ചാൽ അൽ അസീൻ റോഡ് എന്താണ് അൽ മൈദാൻ റോഡ്. അപ്പം നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേഖ് സൈദ് റോഡ് വഴിയല്ല പോകുന്നത്, അൽ മൈദാൻ റോഡ്. അത് അൽ കേൽ റോഡ് വഴി കയറിയിട്ട് അങ്ങനെ അൽ അസാൻ റോഡ്, അങ്ങനെ കറക്റ്റ് പേര് എനിക്ക് അറിഞ്ഞൂടാ. അൽ മൈദാൻ റോഡിലെത്തി. ഇപ്പോൾ ഷേഖ് സൈദ് റോഡിലേക്ക് കയറുന്ന എൻട്രൻസിൻ്റെ അടുത്ത് എത്താനായി. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് എൻ്റെ അനിയനാണ് സന്ദേശ്, ഓർമ്മയില്ലേ? സന്ദേശാണ് എന്നെ കൊണ്ടാക്കുന്നത്. അപ്പം ഞാൻ രാവിലെ ഓഫീസും കഴിഞ്ഞ് ദുബായിൽ വന്ന് ഇവിടുന്ന് 7 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചു. സമീപം ഇപ്പോഴത്തെ 7:35 7:30 ഇറങ്ങാൻ പറ്റിയത്. അപ്പോൾ 7:30 ഇറങ്ങുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിനാണ് പോകുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് അബുദാബിയിൽ നിന്ന് കോഴിക്കോട് കാലിക്കറ്റ്. പിന്നെ ഫ്ലൈറ്റ് കുറച്ച് സമയം ലേറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെക്ക് ചെയ്തിട്ട് നോക്കട്ടെ എത്ര മിനിറ്റ്. എനിക്ക് 12:30 കറക്റ്റ് ടൈം പറഞ്ഞത്. ഇപ്പം ഫ്ലൈറ്റ് ലേറ്റാന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഒരു ട്രാക്ക് കാണുന്നുണ്ടോ? ഈ ട്രാക്കാണ് ദുബായ് ട്രാം. ഇത് അതിൻ്റെ സ്റ്റേഷനാണ്. ഇതൊക്കെയാണ് ഇതുണ്ടോ, അതായത് ദുബായ് ട്രാമാണ് നിർത്തിയിരിക്കുന്നത്. കണ്ടോ, ദുബായ് ട്രാം എന്ന് പറഞ്ഞ ട്രെയിൻ. തൊട്ടപ്പുറത്ത് മെട്രോ ഉണ്ടായത്. നമ്മളിപ്പോൾ ജബലല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. ദുബായിൽ നിന്ന് അബുദാബിക്ക് പോകുന്ന വഴിക്ക് ഒരു 40 ഉണ്ടാവില്ല, ഒരു 10-35 കിലോമീറ്റർ അല്ലേ? 30 ഉണ്ടാവില്ല. എത്രയുണ്ടാവും ഏകദേശം? ഒരു 10-20 കിലോമീറ്റർ. സോറി, ഏകദേശം 40 ഉണ്ടാവില്ല. ഞാൻ 40 എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ജബലല്ലി എന്ന് പറഞ്ഞ ഏരിയ വളരെ വൈഡാണ്. അതായത് ജബലല്ലി എന്ന് പറഞ്ഞ ഏരിയ ആണ് ഇൻഡസ്ട്രിയൽ ഏരിയ. ഏറ്റവും കൂടുതൽ നമ്മുടെ ഇതിലുള്ളത് എന്താ പറയുക, കമ്പനീസ്, ഇൻഡസ്ട്രീസ്, ഫ്രീ സോൺ. അതായത് നമ്മളെ ഷിപ്പെല്ലാം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സാധനങ്ങളൊക്കെ നേരെ കൊണ്ടുവരുന്ന ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവരും. കമ്പനീസ്, ഏറ്റവും കൂടുതൽ കമ്പനി ദുബായിയുടെ എല്ലാ സ്റ്റോറേജും ഈ ജബലല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉണ്ടാവും. അപ്പോൾ ഈ ഭാഗത്താണ് ജബലല്ലി ഫ്രീ സോൺ, ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഔട്ടർ എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ദുബായ് കഴിഞ്ഞ് നമ്മുടെ ജബലല്ലിൻ്റെ അടുത്തെത്തി. ഇങ്ങോട്ട് ഇതാണ്ടോ മെട്രോൻ്റെ ലൈൻ ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞ ജബലല്ലി ഫ്രീ സോൺ. ഈ ഭാഗങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കാണുന്നത്.
അടിപൊളിയല്ലേ? ഇത്ര നേരം ഒരു മഞ്ഞ കളർ ലൈറ്റ് ആയിരുന്നല്ലേ നമ്മൾ കണ്ടത്. ഇപ്പൊ നോക്കിയാട്ടെ, ഞാൻ ലൈറ്റ് ഇടാന്ന് ചോദിച്ചതാണ്. ആ ലൈറ്റ് ഇടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇത്ര നേരം സ്ട്രീറ്റ് ലൈറ്റ് മഞ്ഞ കളറായിരുന്നു. ഇപ്പൊ നോക്കിയാ ഒരു വൈറ്റ് കളർ. എന്താ രസം അല്ലേ? അതെയോ? ആഹാ. ഒന്നിച്ച് പറഞ്ഞാൽ അബുദാബി എത്തി, അതാണെന്ന്. അബുദാബിയുടെ ഏരിയയിൽ അല്ലേ, ബോർഡറിലേക്ക് എത്തി. അതുകൊണ്ടാണ് അത്ര. ആഹാ, ആ ശരി. ഇനി എത്ര കിലോമീറ്റർ ഉണ്ടാവും നമുക്ക് എയർപോർട്ടിലേക്ക്? ഏകദേശം ഒരു 10-30 കിലോമീറ്റർ അല്ലേ? 40 ഇനിയുണ്ട് 60 കിലോമീറ്റർ. മൊത്തം ഗ്രീനറി കണ്ടല്ലേ? ഇപ്പുറത്ത് മരങ്ങൾ വെച്ചു. അടിപൊളിയല്ലേ? നോക്കിയാ നല്ല. ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പൊ അടിപൊളി, നല്ല കാലാവസ്ഥയാണ്. ലൈറ്റഡ് ആയതായാലും ഇവിടുത്തെ കാലാവസ്ഥ നല്ല അടിപൊളി കാലാവസ്ഥയാണ്. ഇപ്പൊ മരങ്ങളൊക്കെ ഉണ്ട് വെച്ചിട്ട് ഒരു ചെറിയ മൂടൽ മഞ്ഞൊക്കെ ഉണ്ട്. ഒരു മഞ്ഞിൻ്റെ കാണുന്നുണ്ടോ? ചെറിയൊരു മഞ്ഞിൻ്റെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ റോഡിനുണ്ടല്ലോ, നമ്മുടെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 140 ആണ്. 140. അപ്പോൾ ഈ കണ്ടിട്ട് നിങ്ങൾ ഈ 2 ലൈനിൽ അപ്പുറത്തുള്ള അപ്പുറത്തുള്ള 2 ലൈനിലും കറക്റ്റ് 140 കീപ്പ് ചെയ്യണം. 120 to 140 കീപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ അതിനും റഡാർ ഉണ്ടാവും അല്ലേ? അതിനും റഡാർ ഉണ്ടാവും. ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ മഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര കൂടുതലുണ്ടാവും. രാവിലെയൊക്കെ ഇപ്പോൾ ഈ സീസണിൽ അല്ലേ ഉണ്ടാവില്ലേ? രാവിലെയൊക്കെ ഇപ്പോഴത്തെ ഈ സമയത്ത് മഞ്ഞുകൾ കൂടുതലാണ്, കൂടുതലാണ്. പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മഞ്ഞ് ഉണ്ടാകുന്ന സമയത്ത്, മൂടൽ മഞ്ഞ് ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്നാണ് വരിക. അതായത് നമ്മൾ പെട്ടെന്ന് വരിക എന്ന് പറഞ്ഞാൽ മൂടൽ മഞ്ഞ് ഉണ്ടാവും. നമ്മൾ സ്പീഡിൽ അങ്ങനെ ഓടിച്ച് വരുന്നതായിരിക്കും. നമ്മളെ പെട്ടെന്ന് എൻ്റർ ആവുക, ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ഇഷ്ടം പോലെ അപകടങ്ങൾ നടക്കുന്ന റൂട്ടാണ് നിങ്ങൾ ഈ കാണുന്ന റൂട്ട്. ഈ റൂട്ട് ഞാനിങ്ങനെ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തിഹാഡ് റെയിലില്ലേ, നമ്മൾ അബുദാബിയിൽ നിന്ന് ഫുജറയ്ക്ക് പോകുന്ന റെയിൽ, ഞാൻ നമ്മളെ വ്ളോഗിലെല്ലാം കാണിച്ചു തരാറുണ്ടായിരുന്നില്ലേ? ആ റെയിലിൻ്റെ ലൈൻ ഇതിലേക്കൂടെ പോകുന്നുണ്ട്. ഒന്ന് കഴിഞ്ഞു പോയി. അപ്പോൾ അടുത്തത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്ന കാണുന്നില്ല. ഇതല്ലല്ലോ? അത് തന്നെ കണ്ടോ ഇത്തിഹാഡ് റെയിൽ ഇപ്പം കഴിഞ്ഞ. അയ്യോ, ഇപ്പം കഴിഞ്ഞത് തന്നെയാണ് ഇത്തിഹാഡ് റെയിലിൻ്റെ. ഓക്കെ, അബുദാബിയിൽ നിന്ന് തുടങ്ങി നമ്മളെ ഫുജറയ്ക്ക് പോകുന്ന റെയിലിൻ്റെ ലൈൻ ക്രോസ് ചെയ്ത ഭാഗമാണ് കാണിച്ചത്. വേറെ ഒന്ന് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ജബലല്ലിൻ്റെ അടുത്ത്. എനിക്ക് തോന്നുന്നു ആ ജബലല്ലി ഫ്രീ സോണിലേക്ക് പോകുന്നതിൻ്റെ ഒരു ലൈൻ ആയിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിരുന്നത് ആക്ച്വലി. അങ്ങനെ അത് കാണാൻ പറ്റി. പക്ഷെ അത് മിന്നായം പോലെ കഴിഞ്ഞു പോയി. അപ്പുറത്തെ ഭാഗത്ത് ഇത്തിഹാഡ് റെയിലിന് എഴുതിയിട്ടില്ല. അതായത് നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ ഭാഗത്താണ് എഴുതിയിട്ടുള്ളത്. അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി കേട്ടോ. ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ, സൂപ്പർ എയർപോർട്ട് ഉണ്ടാ. ഇങ്ങനെ ഇവിടുന്ന് കാണുന്ന മൊത്തം എയർപോർട്ടാണ്. ഓക്കെ, മൊത്തം ഗ്ലാസ്സുകളാണ്. ദൂരത്തായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. താഴെയെല്ലാം പാർക്കിംഗ് അല്ലേ? ഇതെല്ലാം പാർക്കിംഗ് അല്ലേ? ആ കാണുന്ന എല്ലാം താഴെയുള്ള പാർക്കിംഗ് ആണ്. പാർക്കിംഗ് ഏരിയ ഉണ്ടായി. അബുദാബി എയർപോർട്ടിന് മുമ്പ് തന്നെയുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ടായി. ഇതൊക്കെ ടെർമിനലുകളായിരിക്കും അല്ലേ? എയർപോർട്ടിൽ എത്തി, സന്ദേശം പോയി. അപ്പോൾ ഇനി ഞാൻ ഉള്ളിൽ പോട്ടെ. ഇനി 12:30 ഫ്ലൈറ്റ്. അപ്പം ഞങ്ങൾ ഇവിടെ ഞാനൊരു 8:30-9 മണിക്ക് തന്നെ എത്തി. ഇവിടെ കുറേ സമയം ഇരിക്കണം. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. എൻ്റെ ഫ്ലൈറ്റ് ലേറ്റായി. ഫ്ലൈറ്റ് 3:30. അബുദാബി എയർപോർട്ടിൻ്റെ ഉൾവശം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ചെറിയ ഗാർഡനിങ് ഒക്കെ ഉണ്ട്. എത്ര സമയം ഇന്നും ഓൾമോസ്റ്റ് ഒരു 5 മണിക്കൂർ എന്നും ഇരിക്കണം. 5 മണിക്കൂറാണ്. ഇപ്പം സമയം 10, 11, 12, 11, 12, 1, 2, 3, 5.5 മണിക്കൂർ. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ IX348 എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് നമ്പറാണ്. അപ്പം എയർ ഇന്ത്യ എക്സ്പ്രസ് ഇപ്പോഴും ഇതേ അവസ്ഥയല്ലേ? കറക്റ്റ് ടൈം തന്നെയായിരുന്നു. റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചെക്ക് ചെയ്ത സമയത്തും സൈറ്റ് ചെക്ക് ചെയ്ത സമയത്തും കറക്റ്റ് ടൈമായിരുന്നു. ഇപ്പം നൽകുന്ന 3:30.
എയർ ഇന്ത്യ എക്സ്പ്രസ് മാറിയതിന് ശേഷം ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടു. അതൊന്നും കാണുന്നില്ല, സാധ്യത. നമുക്ക് ഏതായാലും എയർപോർട്ടിൻ്റെ ഉൾവശം ഒന്ന് മര്യാദയ്ക്ക് കാണാം. എൻ്റെ പിന്നിൽ കണ്ടോ നമ്മുടെ നാട്ടിൽ കാണുന്ന എന്തായാലും എൻ്റെ പേരും കൊണ്ട് മറന്നുപോയി. നമ്മുടെ നാട്ടിലില്ല ഇങ്ങനത്തെ ശരി, എൻ്റെ പേരെന്താ പേരൊന്നും മറന്നു. ഞാൻ എയർപോർട്ടിൻ്റെ ഭാഗങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതാണ്. എല്ലാ എയർപോർട്ടുകളിലും ഇപ്പം ഭയങ്കര ഫ്രണ്ട്ലി ആയി. ഇതാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീ, അബുദാബി ഡ്യൂട്ടി ഫ്രീ, നോട്ട് ദുബായ്. നമ്മൾ ലിക്കർ ഒക്കെ വാങ്ങാൻ പറ്റുന്ന സ്ഥലം. കുറേ സമയമുണ്ടല്ലോ, നടന്ന് ലാസ്റ്റ് എൻഡിൽ വന്നെത്തി. ഉണ്ടോ ഇത് എൻഡ്. ഇനിയിപ്പം അങ്ങോട്ട് നടന്ന് നോക്കാനുള്ള സ്ഥലങ്ങളില്ല, മൊത്തം ഷോപ്പിങ്സ്. അറിയാമല്ലോ, ഓരോരോ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള ഫുൾ ഷോപ്പിംഗ് ഏരിയ തന്നെയാണ് മൊത്തം. ഇഷ്ടംപോലെ ഷോപ്സ്, എന്താ പറയുക, നല്ല പ്രൈസിൻ്റെ സാധനങ്ങൾ. നമുക്ക് പിന്നെ പെട്ടെന്ന് നല്ല പ്രൈസായിട്ട് കൂടുതലൊന്നും വാങ്ങിയിട്ടില്ല. ഓൾറെഡി വരുന്ന സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്നൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. നല്ല പ്രൈസാണ്. പിന്നെ എന്താ പറയുക, നല്ല അടിപൊളി എയർപോർട്ടാണ്, കാണുന്നില്ലേ, സൂപ്പർ എയർപോർട്ടല്ലേ. തൊട്ട പിന്നെ തന്നെ ഗാർഡൻ ഏരിയ സെറ്റപ്പ് ഉണ്ടല്ലേ, ആൾക്കാർക്ക് ഇരിക്കാൻ ഇങ്ങനെ കുറേ ഭാഗങ്ങളുണ്ടാവും. കേട്ടോ, നമുക്കിങ്ങനെ ഇരിക്കാൻ കുറേ ഭാഗങ്ങളുണ്ടാവും. അതിലും കുറേ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞാൻ കുറേ ഇന്ന് വന്ന് കുറേ ഇങ്ങോട്ട് വന്നുകൊണ്ട് ആൾക്കാരൊന്നും ഇല്ലാത്തോട്ട് വന്നിരിക്കുകയാണ്. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു ഷോപ്പിൽ കയറിയതാണ്. നിറച്ചും എന്താ പറയുക, ഫാൻസി സാധനങ്ങൾ. ഫാൻസി എന്നല്ലേ പറയേണ്ടത്, നമുക്ക് നമ്മുടെ അറബികളുടെ തനതായിട്ടുള്ള ഒരു ജഗ്സിൻ്റെയും ഏറ്റവും ചെറിയ ജഗ്. പിന്നെ ഇതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല, നമ്മുടെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് എന്നൊക്കെ പറഞ്ഞ ഇതിൽ കാണുന്ന ആ ഒരു സാധനം ഉണ്ട്. പല 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 വെറൈറ്റികൾ. ഇത് നമ്മളെ ജഗ്, കപ്പ് സോസ് പോലത്തെ. $30, 30, 20. അല്ലദീൻ എന്ന് പറയാ. ഇതിൻ്റെ പേര് അല്ലദീൻ എന്നാണ് പറയുക. 10, 30, 40, 45, അത്ര 10 അല്ല, 20, 25, 30 അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ടിങ് എന്നാണ് പറഞ്ഞത്. നോളുണ്ട്. ഇവിടെ ഒട്ടകങ്ങൾ, വലിയ ആദ്യം ചെറിയ ഒട്ടകങ്ങൾ കാണിക്കാം, പിന്നെ വലിയ ഒട്ടകങ്ങൾ. ചെറുത് തുടങ്ങി വലിയ ഒട്ടകം. വലിയ ഒട്ടകം. ക്രിസ്മസ് തുടങ്ങി. ക്രിസ്മസ് ട്രീ, വലിയ ക്രിസ്മസ് ട്രീ. ഇവിടെയുണ്ട് ചെറിയൊരു ക്രിസ്മസ് ട്രീൻ്റെ വെച്ചിട്ട്. ഇതൊക്കെ കാഫെയാണ്. എല്ലാ സ്ഥലത്തും ഗാർഡനിങ് അടിപൊളിയായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതായത് ചെറിയൊരു സംഭവം കാണിച്ചത് വേണ്ട. ഇതുപോലത്തെ കാർഡ്, അതായത് എൻജോയ് 20% ഓഫ് ഫുഡ് ആൻഡ് ബീവറേജസ് അറ്റ് പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റോഴ്സ്. ഇതുപോലത്തെ സ്റ്റോറിൽ വന്നിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് 20% ഡിസ്കൗണ്ട്. അത് അവിടെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ അവിടെ നിൽക്കുന്നതായിരുന്നു. ആ സമയത്ത് ഒരാളിങ്ങനെ വന്നിട്ട് കുറേ കാർഡ്സ് തരുന്നു. അപ്പം ഞാനൊന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കി. ഞാനൊരു 10 ദിറംസിൻ്റെ ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു. ഇവിടെ 10 ദിറംസാണ്. ഇത് കാണിച്ചപ്പോൾ 20% ഡിസ്കൗണ്ട്. 2 ദിറംസ് കുറഞ്ഞ് കിട്ടുന്നത് നല്ലതല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കാർഡ് അവിടെ നിന്നും കൊടുക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. എന്നിട്ട് എല്ലാം ഇവർ എന്താ പറയുക, ഒരു അവിടെ ബോർഡും കുറച്ച് ഷോപ്സിൻ്റെ പേര്, ഡ്യൂട്ടി ഫ്രീ ഷോപ്സിൻ്റെ, അതിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും.
അതേപോലെ കള്ളിനും കിട്ടും. കള്ളെന്ന് വെച്ചാൽ ലിക്വേഴ്സ് ഞാൻ അവിടെ പോയി നോക്കി, അപ്പോൾ അതിനും കിട്ടുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാനിനി നമ്മൾ ഗേറ്റ് ഡിയിലേക്ക് പോട്ടെ. അവിടെയാണ് എൻ്റെ ഫ്ലൈറ്റ് ടൈം. അവിടെയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഫ്ലൈറ്റിന്. को ध्यान में रखते हुए आपसे अनुरोध करते हैं कि आप अपने रिजर्व सीट पर ही बैठे। ट्रॉली बैग जैसे कि कैरी ऑन बैग ओवरहेड बिन में और लैपटॉप और हैंड बैग आपके सामने की सीट के नीचे रखें। कृपया आइल को क्लियर रखें ताकि आपके पीछे खड़े यात्री आगे बढ़ सके। इसी के साथ मां मनोकामना other guests have delayed. It was reserved having on board. അങ്ങനെ കോഴിക്കോട് എയർപോർട്ടിലെത്തി. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ കഥ പറയണ്ടല്ലോ, അതേ അവസ്ഥ തന്നെ. 3.5-4 മണിക്കൂർ ലേറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടാക്സിയിലാണുള്ളത്. ടാക്സിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് ആരോട് വരാനൊന്നും പറഞ്ഞിട്ടില്ല. സർപ്രൈസ് ഒന്നുമല്ല, പിന്നെ വെക്കേഷൻ കിട്ടിയപ്പോൾ അങ്ങോട്ട് പോകുന്ന അറിയാലോ. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് ഞാൻ വരുന്ന സമയത്ത് പരിചയപ്പെട്ട 2-3 പേരുണ്ട്. ഇന്ന് രഞ്ജിത്തേട്ടൻ കണ്ണൂർ. ഒരു ഹൈ പറഞ്ഞുള്ളൂ. ഇത് സബ, കറക്റ്റ് അല്ലേ പേര് പറഞ്ഞത്? 2-3 പ്രാവശ്യം ഞാൻ പേര് ചോദിച്ചു, അങ്ങനെ ലാസ്റ്റ് എനിക്ക് കിട്ടി. ശരിയാണോ? അപ്പോൾ അവരും കണ്ണൂരൊക്കെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. നമ്മൾ വണ്ടി ഓടിക്കുന്ന ആളെ ചേട്ടനെ പരിചയപ്പെട്ടില്ല. ചേട്ടൻ ഷമീർ, ഇവിടെ തന്നെ ഇവിടെ തന്നെ. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം പേരെല്ലാം ചോദിച്ചപ്പം അല്ലേ മറന്നുപോയതാ പറയാ. അപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ഏറനാട് എക്സ്പ്രസ്സിലേക്ക് നാട്ടിലേക്ക് പോകും. ഇങ്ങനെയൊന്ന് പോയി നോക്കാം, ഇങ്ങനെയും ട്രൈ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നേരെ നാട്ടിലേക്ക് അല്ലേ. അപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിതാ കൊണ്ടോട്ടി റോഡിലേക്ക് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് രാമനാട്ടുകര ബൈപ്പാസിൻ്റെ അടുത്തെത്തിയ. ഞാൻ ആക്ച്വലി ഇത് കാണിക്കാൻ വിചാരിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് രാമനാട്ടുകര ബൈപ്പാസ്. മേലെ കൂടി പോകുന്ന കാണുന്നില്ലേ നമ്മൾ പറയും. അതിൻ്റെ മുകളിലേക്ക് കൂടി റോഡിൽ പോകുന്നില്ല, നമ്മൾ താഴെ കൂടി നേർക്ക് പോയിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. കണ്ടോ, ഇതാണ് രാമനാട്ടുകര ഫ്ലൈ ഓവർ, കണ്ടില്ലേ. അപ്പോൾ ഞാൻ പറയാൻ വിചാരിച്ച ഇതൊക്കെ ഓപ്പണായി. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഓപ്പണായി തോന്നുന്നു. അതിൻ്റെ അപ്പുറത്തുള്ള ഹൈലൈറ്റ് മോളിൻ്റെ അടുത്തുള്ള ഫ്ലൈ ഓവർ ഉണ്ടല്ലോ, അതും ഓപ്പണായി അല്ലേ ചേട്ടാ? അത് ഇപ്പോഴത്തെ ഓപ്പണായി. എത്ര ദിവസമായിട്ടുണ്ടാവും ഓപ്പണായിട്ട്? 15 ദിവസം. ഒരു 15 ദിവസമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് കൂടി നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഇപ്പം ട്രാഫിക് അധികം ഉണ്ടാവില്ല അല്ലേ. ഇപ്പോൾ അത് ഓപ്പൺ ആയതിനു ശേഷം അത് ഉണ്ടാവില്ല. പിന്നെ അതേപോലെ വേറെ ഒന്നും കൂടെ ഓപ്പൺ ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പന്തീരങ്കാവ് ബൈപ്പാസ് ഫ്ലൈ ഓവറും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതുകൊണ്ട് നമ്മൾ ഇതുവഴിയാണ് ചൂസ് ചെയ്തത്. അതുവഴി പോയി കഴിഞ്ഞാൽ കുറച്ച് വളവായിരിക്കും, പക്ഷേ ഇപ്പോൾ എത്താൻ പറ്റുക അത് തന്നെയാണെന്നാണ് പറയുന്നത്, വേഗം എത്താൻ പറ്റുക. അപ്പോൾ നമ്മൾ രാമനാട്ടുകര ടൗണിൻ്റെ ഉള്ളിലേക്ക് എൻ്ററായി. നോക്കും, രാമനാട്ടുകര ബസ് സ്റ്റാൻഡ് അല്ലേ, ഇതല്ലേ ബസ് സ്റ്റാൻഡ്? ഇതാട്ടോ രാമനാട്ടുകര ബസ് സ്റ്റാൻഡ്. ഇത് പഴയ ഹൈവേ, നമ്മൾ പഴയ ഹൈവേയിലേക്ക് ജോയിൻ്റ് ആയി. നമ്മൾ കല്ലായി എത്തി. കല്ലായി തൊട്ടടുത്തൊരു റെയിൽ ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന റെയിലിലെ കൂടെ കല്ലായി നമ്മുടെ കോഴിക്കോട് സിറ്റിയിലേക്ക് ഉള്ളിലേക്ക് ബ്ലോക്കിലേക്ക് നിറച്ചും കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസമാണ് നോക്കിയിട്ട്, ട്രെയിൻ ഇങ്ങനെ പോകുന്നതാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അങ്ങനെ ട്രെയിനിൽ കയറി നമ്മൾ 12:30 ട്രെയിൻ വന്നു. ഏറനാട്ടിലാണ്. പിന്നെ കോഴിക്കോട് വരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചാൽ ഭക്ഷണം എവിടെയും കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റിനോവേഷൻ നടത്തുന്നതുകൊണ്ട് ഒരു ഹോട്ടലും കോഴിക്കോട്ടിലെ പ്ലാറ്റ്ഫോമിലില്ല. അതുകൊണ്ട് കഷ്ടപ്പെട്ടു പുറത്ത് പോയി പാർസലൊക്കെ വാങ്ങിക്കാൻ. അപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് തലശ്ശേരി എത്തും. അപ്പോൾ എയറോൺ എക്സ്പ്രസ്സിൽ ഫ്രണ്ട്സൊക്കെ ഇവിടെ തിരക്കിലാണ്.
ഓരോ ട്രെയിനിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുന്ന സമയത്ത് തലശ്ശേരി എത്താനാകുമ്പോൾ ഇങ്ങനെ കാണാനൊരു രസം ഉണ്ടാവും, പറയണ്ട. തലശ്ശേരി എത്താനാകുമ്പോൾ നമ്മൾ ഇത് കണ്ട ഇത് മേലോട്ട് പാലം, അവിടെ എത്തുമ്പോഴത്തേക്ക് സ്ലോ ആക്കുന്ന ട്രെയിൻ. അത് തലശ്ശേരി ബോർഡ് കാണാൻ ഭയങ്കര ടൈം. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് ഇതാ കാണുന്നു, മാർക്കറ്റ്, പുതിയ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ രസം തന്നെയാണ്. ഇത് കണ്ടോ, ഞാനങ്ങ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തി. നോക്കിയാൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ രൂപങ്ങൾ നോക്കിയിട്ട്, മാറ്റങ്ങൾ നോക്കിയിട്ട് അടിപൊളിയല്ലേ? നോക്കിയാൽ ഫ്രണ്ടെല്ലാം മാറി ഇതെങ്ങനെയായി. ആ സമയത്താണ് ഞാനിതാ നമ്മളെ പണ്ടത്തെ ഓട്ടോ ടാക്സീൻ്റെ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നോ? കരുണ നിനക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുണ്ട് ഓട്ടോ ടാക്സീൻ്റെ ഓർമ്മയില്ല എല്ലാവർക്കും. ഇവിടുത്തെ വലിയ വലിയ ടാക്സി വെച്ചിട്ടുള്ള വീണ്ടും ടാക്സീൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ കാണാം, തലശ്ശേരി ആയിക്കോട്ടെ. നോക്കിയേ, മൊത്തം മാറ്റമുണ്ട്. സോ വൺസ് അഗെയിൻ ഹാപ്പി ക്രിസ്മസ് ടു ഓൾ മൈ വ്യൂവേഴ്സ്. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.